1996-ൽ 85-ാം വയസ്സിൽ വിട പറയുന്നതിനു മുമ്പ് അന്ധയായ ബൾഗേറിയൻ പ്രവാചക ബാബ വാംഗെ നടത്തിയ ചില പ്രവചനങ്ങളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ബാബ വാംഗെയുടെ വിവിധ പ്രവചനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിനോടകം സംഭവിച്ചതായാണ് കരുതപ്പെടുന്നത്. 2001 സെപ്റ്റംബർ 11-ന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ വേർപാട്, ബ്രെക്സിറ്റ് എന്നിവയെല്ലാം അവരുടെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നു. 2024-നെക്കുറിച്ചും അവർ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം തന്നെ ഇതിനോടകം ഫലിക്കുകയും ചെയ്തു. ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബ വാംഗ. നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും 2024 സാക്ഷ്യം വഹിക്കുമെന്ന് ബാബ വാംഗ പ്രവചിച്ചിട്ടുണ്ട്. ആഗോള താപതരംഗങ്ങളുടെ ആവൃത്തി 67% വർദ്ധിച്ചതായി സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില 40 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട്. 1979 മുതൽ 1983 വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളിൽ ശരാശരി ദൈർഘ്യം 8 ദിവസമായിരുന്നുവെങ്കിൽ 2016 മുതൽ 2020 വരെ ഇത് 12 ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. 2024-ൽ ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ആൾഷിമേഴ്സിനും അർബുദത്തിനും 2024-ൽ പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തും. 1911-ൽ ജനിച്ച ബാബ വാംഗെയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റിനെ തുടർന്ന് കാഴ്ചശേഷി നഷ്ടപ്പെട്ടു. എന്നാൽ ഭാവി പ്രവചിക്കാനുള്ള കഴിവ് അവർ സ്വായത്തമാക്കിയതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു. 1996-ൽ ബാബ വാംഗെ മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദിശയിലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് അവർ പ്രവചിച്ചു. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. 2024-ൽ ലോകത്തെ കീഴടക്കാനുള്ള കഴിവ് AI-ക്കുണ്ടാകുമെന്ന് ബാബ വാംഗെ പ്രവചിച്ചുവെന്നാണ് അവകാശവാദം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റം സംഭവിക്കാമെന്നും വാംഗെ പ്രവചിച്ചിട്ടുണ്ടത്രേ. റഷ്യൻ പ്രസിഡന്റിനു നേർക്ക് അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് വധശ്രമമുണ്ടാകും. യൂറോപ്പിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കും. ഒരു വലിയ രാഷ്ട്രം അവരുടെ പക്കലുള്ള ജൈവായുധങ്ങളുടെ പരീക്ഷണം നടത്തുകയോ അവയുപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യാമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാംഗ പ്രവചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം 2024-ൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അലയൻസ് ലൈഫ് സർവേയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രയേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ്. 2025-ൽ ലോകാവസാനം ആരംഭിക്കുമെന്നും 5079-ൽ ലോകാവസാനം സംഭവിക്കുമെന്നുമുള്ള ബാബ വാംഗെയുടെ പ്രവചനമാണ് നിലവിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത്. ബാബ വാംഗെ നടത്തിയ ഇനി വരാനിരിക്കുന്ന ചില ആശങ്കപ്പെടുത്തുന്ന പ്രവചനങ്ങൾ ഇങ്ങനെയാണ്. 2025-ൽ യൂറോപ്പിൽ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയും തന്മൂലം ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും ചെയ്യും. 2028-ൽ പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ തേടി മനുഷ്യൻ ശുക്രനിലെത്തും. 2033-ൽ ധ്രുവങ്ങളിലെ ഹിമപാളികൾ ഉരുകുകയും സമുദ്രനിരപ്പ് വൻതോതിൽ ഉയരുകയും ചെയ്യും. 2076-ൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം മടങ്ങിയെത്തും. 2030-ൽ മനുഷ്യൻ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തും. 2170-ൽ ആഗോള വരൾച്ച ഭൂമിയുടെ മിക്ക ഭാഗങ്ങളെയും നശിപ്പിക്കും. 3005-ൽ ചൊവ്വയിൽ യുദ്ധം നടക്കും. 3797-ൽ ഭൂമിയുടെ നാശം സംഭവിക്കും. ജീവിക്കാൻ അനുയോജ്യമല്ലാത്തതിനാൽ മനുഷ്യൻ ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകും. 5079-ൽ ലോകാവസാനം സംഭവിക്കും. അവർ പറഞ്ഞ കാര്യങ്ങൾ സഹായികൾ എഴുതി സൂക്ഷിച്ചിരുന്നതിൽ നിന്നാണ് പ്രവചനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായത്. എന്നാൽ ഇവരുടേതെന്ന രീതിയിൽ പ്രവചിച്ച പല പ്രവചനങ്ങളും വാംഗെയുമായി അടുപ്പമുള്ളവർ നിരാകരിക്കുന്നുമുണ്ട്.